സർക്കാർ നിയമനങ്ങളും പെൻഷൻ പ്രായവും ധവളപത്രവും ഈ വിഷയങ്ങളെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പ്രതിപാദിക്കാനുള്ളത്? PSC മെമ്പേഴ്സിനെയും യൂണിവേഴ്സിറ്റി അധ്യാപകരെയും ദേവസ്വം കേസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറെയും നിയമിക്കുന്നത് ആരാണ്? 9/6 സ്വർണം മുന്നിലിരിക്കുമ്പോൾ ഉരച്ചു നോക്കി 18 കാരറ്റ് ഗോൾഡ് സെലക്ട് ചെയ്യുന്ന ഗോൾഡ് അപ്രൈസർമാരാണ് സർക്കാർ ജീവനക്കാർക്ക് മിനിമം 10 കൊല്ലം സർവീസും മാക്സിമം 20 കൊല്ലവും നിശ്ചയിക്കുക. സർവീസിൽ എടുക്കുന്നതിന് മുന്നേ 1 വർഷക്കാലം ട്രെയിനിങ് നൽകണം. 22 വയസ്സിൽ സർവീസിൽ കയറിയ ആളിനെ 75-ാം വയസ്സിലും പുണ്യ പൂങ്കാവനങ്ങളെ സംരക്ഷിക്കുന്നതിനായി നിയമിക്കരുത്. ധവളപത്രം പുറപ്പെടുവിച്ച് പ്രഗത്ഭനായ മുൻ മുഖ്യമന്ത്രി നിയമന നിരോധനവും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും പിടിച്ചുവെച്ചതും മറക്കാൻ കഴിയില്ല ഒരിക്കലും. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇവിടത്തെ ഫസ്റ്റ് ക്വാളിറ്റി ബ്രെയിനുകളെ സെലക്ട് ചെയ്ത് ക്ലർക്കുമാരാക്കുകയും സെക്കൻഡ് ക്വാളിറ്റി ബ്രെയിനുകൾക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം നൽകി ഡോക്ടറും എഞ്ചിനീയറും ആക്കി നിയമിച്ച ശേഷം വിദേശ രാജ്യങ്ങളിൽ ശിഷ്ടകാല സേവനം നടത്തുന്നതിന് പറഞ്ഞു വിടുകയും ചെയ്യുകയാണ് പതിവ്. PSC, യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ്, അധ്യാപകർ, റിസർച്ച് സെന്റേഴ്സ്, സയന്റിസ്റ്റ് എന്നീ നിലകളിൽ തേർഡ് ക്വാളിറ്റി ബ്രെയിനുകളെയും ബന്ധുക്കളെയും സ്വന്തം പാർട്ടിക്കാരെയും മടിയിൽ കനമുള്ളവരെയും നിയമിക്കുകയാണ് പതിവ്. ഇതെല്ലാം മനസ്സിലാക്കിയ ജൻസികൾ ആരോടും പക കാണിക്കാതെയും പടവെട്ടാതെയും ദൂരെ ദൂരെ അന്യദേശങ്ങളിൽ വൃദ്ധസദനങ്ങളിൽ ജോലി നോക്കുന്നതിനായി നാടുവിടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. ഓക്കെ.